ഹലോ, ഉണ്ണിമോസ് മോൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടേസ്റ്റിയും അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അമ്പാടിക്ക് എടുത്ത് വെച്ചിട്ടുള്ള ആപ്പിളാണ് നമ്മളിപ്പോൾ പായസമാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി നല്ല വൃത്തിയിൽ വിനാഗിരും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വെച്ചിട്ടുള്ള ആപ്പിളാണ്. നല്ലപോലെ കഴുകി അതിൻ്റെ തൊലിയൊക്കെ ചെത്തി നമ്മൾ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിനി കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാത്രം വെച്ച് അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി നമ്മളുടെ ആപ്പിളിന് ചെറിയൊരു മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഷുഗറാണ് നമ്മുടെ പായസത്തിൻ്റെ ഒരു സ്വീറ്റ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നാലും ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്താലേ നമ്മളെ പായസത്തിന് അത്യാവശ്യം ഒരു സ്വീറ്റ്നെസ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ഇട്ട് കൊടുത്തു. ഇനി നന്നായി തിളപ്പിച്ചിട്ട് നമ്മൾ ആ മധുരമൊക്കെ ഒന്ന് പിടിച്ച് ആപ്പിളൊന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ തിളപ്പിച്ചെടുക്കാം. ഇത് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് അതേ പാത്രം തന്നെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒരു പാക്കറ്റ് മിൽമയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് കിട്ടുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. പാല് നന്നായി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആപ്പിളിനുണ്ടല്ലോ, കുക്ക് ചെയ്തിട്ടുള്ള ആപ്പ്, ആ വെള്ളത്തോടെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചേർക്കുന്നത് ചവ്വരിയാണ്. അപ്പോൾ കുറച്ച് ഒരു തിക്നെസ്സൊക്കെ പായസത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചവ്വരി ചേർക്കുന്നത്. അത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചവ്വരി തിളച്ചിട്ടുള്ള ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളിത് ഇന്ന് കഴിക്കുന്നതിന് ചൂടോടെ തന്നെ കഴിക്കുന്നതിനായിട്ടും കൂടുതൽ നമ്മൾ സേമിയ പായസമൊക്കെ പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു പുഡിങ് പോലെ കഴിക്കാറില്ലേ, അങ്ങനെ കഴിക്കുന്നവരുണ്ട്. എനിക്കത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതുപോലെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം കഴിച്ചപ്പോഴാണ് എനിക്ക് ഇതിനെക്കാട്ടിയും കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയത്. അപ്പോൾ ബാക്കി വരികയാണെങ്കിൽ നിങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് കഴിച്ച് നോക്കുക, കളയരുത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഒരു ഐസ്ക്രീം പോലെയും പുഡിങ് പോലെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ നമ്മളിത് കുക്കായിട്ടുണ്ട് നമ്മളെ ചവ്വരിയൊക്കെ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 5 രൂപയുടെ ഒരു പാൽപ്പൊടിയുടെ പാക്കറ്റ്, അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണ് പാൽപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ പാൽപ്പൊടിയിലും ചെറിയൊരു മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി മധുരം ആഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇത്രയും മധുരമാണ്. അപ്പോൾ നമ്മളൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മധുരമൊക്കെ നോക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റും കൂടി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ ചവ്വരി ചെറുതായി കടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളെ ചവ്വരി ഒരു 12-13 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. മാക്സിമം ഒരു 15 മിനിറ്റ് ആയാലും കുഴപ്പമില്ല. എന്നാലാണ് അത് നല്ലപോലെ കുക്ക് ചെയ്തിട്ട് ഒന്ന് എന്താ പറയുക, ഒരു തിക്നെസ് വരുള്ളൂ നമ്മുടെ പായസത്തിന്. ആപ്പിൾ ഇതിനത് അധികം ചേരില്ലല്ലോ പാലായിട്ട്. അപ്പോൾ കുറച്ച് തിക്നെസ് വരണമെങ്കിൽ കുറച്ച് ടൈം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ സ്വാദിഷ്ടമായിട്ടുള്ള പായസം ഇവിടെ റെഡിയാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്ക് താങ്ക് യു.